അസ്സലാമു ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉള്ളിവട എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും അല്ലാത്തപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഭൂരിഭാഗം പേർക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചായക്കടയിൽ ഉണ്ടാക്കുന്ന അതേ ഉള്ളിവട, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതെൻ്റെ ഉപ്പ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഇതിൽ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്, നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിൽ 5 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അതുപോലെ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കുക, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. അത് നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട്. 4 പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് ഇനി പൊടി ചേർക്കണ്ട, കാരണം കൂടുതൽ പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ മാവ് വല്ലാണ്ട് കൂടിപ്പോവും. ഉള്ളിവടയിൽ ഉള്ളിയാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്, അപ്പോൾ നമുക്ക് അത്രയും പൊടി മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ഇത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ട് എല്ലാവരും ഈ പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പൊടിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ഉള്ളി ഒന്ന് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം തട്ടിക്കാൻ പാടില്ല, അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൈവച്ച് നല്ല പോലെ തിരുമ്മി എടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തിരുമ്മിയെടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല, നല്ല പോലെ തന്നെ കൈകൊണ്ട് തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഉരുള എടുത്തിട്ട് നമുക്ക് കയ്യിലൊന്ന് ബോളാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇപ്പുറത്തെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടിയില്ലാതെ വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്, അപ്പോഴാണ് കൂടുതൽ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് കയ്യിൽ ഇച്ചിരി വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും തടവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കുക. വെളിച്ചെണ്ണയാണ് കൂടുതലും നല്ലത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്. അത്യാവശ്യം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, എന്നാലൊട്ടും കട്ടിയില്ലാതെ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് കൂടുതൽ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്, എന്നാലേ ഉള്ളിൽ നന്നായിട്ട് വേവുള്ളൂ. ഇല്ലെങ്കിൽ ഉൾഭാഗം വേവൂല, പുറം മാത്രം ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും വെന്തതിന് ശേഷം പിന്നെ നമ്മളൊന്ന് കളർ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് അത്യാവശ്യം കളർ വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേണ്ട, കാരണം നമ്മൾ ഉള്ളിയാണ്, നമ്മൾ പുറത്തെടുത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കളർ വെക്കും. ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്കിനി അടുത്തതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. 3-4 എണ്ണം നമുക്ക് ഒരുമിച്ച് ചുടാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്, ഉൾഭാഗം ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒട്ടും കട്ടിയില്ലാതെയാണെങ്കിൽ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതും.
അപ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി ഉള്ളിവട ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇട്ടത്. എനിക്കിതിനു മുമ്പ് എനിക്ക് 2-3 വട്ടം റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളിവട ഉണ്ടാക്കുന്ന വീഡിയോ ഇടാനായിട്ട്. പക്ഷെ അന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഉണ്ടാക്കാൻ അറിയാവുന്നവർ ക്ഷമിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബിന് റെഡ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടം വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ കോൺടെസ്റ്റിൻ്റെ റിസൾട്ട് ഞാൻ ഇന്ന് രാത്രിക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.